പ്രസവം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങളുടെ വയർ കുറയുന്നില്ലേ? എന്നാൽ അത് ഫാറ്റ് മാത്രമാവില്ല. ചിലപ്പോൾ അത് ഡയാസ്റ്റാസിസ് റെക്ടി ആകാം. എന്താണ് ഡയാസ്റ്റാസിസ് റെക്ടി? ഗർഭകാലത്ത് കുഞ്ഞ് വളർന്നു വരുമ്പോൾ സ്ഥലത്തിന് വേണ്ടി നമ്മുടെ വയറിന് മുന്നിലെ മസിലായ റെക്ടസ് അബ്ഡോമിനേസ് എന്ന മസിൽ 2 ധ്രുവങ്ങളിലേക്കായി അകന്നു മാറും. ആഫ്റ്റർ ഡെലിവറി അത് തിരിച്ച് പഴയ പോലെ തന്നെ ആകും കേട്ടോ. എന്നാൽ ചില ആളുകളിൽ അത് പഴയ പോലെ ആകില്ല. ആ ഒരു കണ്ടീഷനാണ് ഡയാസ്റ്റാസിസ് റെക്ടി. ഡയാസ്റ്റാസിസ് റെക്ടി വീട്ടിൽ എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കിയാലോ? വായു. ഫസ്റ്റ് ഒരു മാറ്റിൽ കാൽ മടക്കി വെച്ച് ഫ്ലാറ്റായി കിടക്കുക. ഇനി നിങ്ങളുടെ ഒരു കൈ തലയ്ക്ക് പിന്നിൽ വെച്ച് തലയും കഴുത്തും ചെറുതായി മുകളിലേക്ക് റേസ് ചെയ്യുക. നമ്മുടെ നടുവിരലും ചൂണ്ടുവിരലും യൂസ് ചെയ്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. മറുകൈയിലെ 2 അല്ലെങ്കിൽ 3 വിരലുകൾ കുത്തനെ നിങ്ങളുടെ ബെല്ലി ബട്ടന് തൊട്ടു മുകളിലോ താഴെയോ അമർത്തി നോക്കുക. നിങ്ങളുടെ വയറിലെ മസിൽസിനിടയിൽ വിരലുകൾ ആഴ്ന്നു പോകുന്നത് പോലെ ഒരു ഗ്യാപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെ 2 ഫിംഗേഴ്സിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിലോ അതൊരു ഗ്യാപ്പായി തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി ഡയാസ്റ്റാസിസ് റെക്ടി. പ്രോപ്പർ ഫിസിക്കൽ തെറാപ്പിയും കറക്റ്റ് എക്സസൈസും വഴി ഇത് ഫലപ്രദമായി മാനേജ് ചെയ്യാൻ സാധിക്കും കേട്ടോ. Okay, get ready. Our first workout is pelvic tilts. അതിനായി മലർന്നു കിടക്കുക. എന്നിട്ട് കാൽമുട്ടുകൾ മടക്കി വെക്കുക. ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു നാച്ചുറൽ കേർവ് നമ്മുടെ നടുഭാഗത്ത് അനുഭവപ്പെടും. അത് ഒഴിവാക്കാനായി നടുഭാഗം തറയിലേക്ക് അമർത്തി പിടിക്കുക. ഓക്കെ, റെഡി, സ്റ്റാർട്ട് നൗ. ഡീപ്പായി ഒന്ന് ഇൻഹേൽ ചെയ്യുക ആൻഡ് എക്സേൽ ചെയ്ത് വയർ ഉള്ളിലേക്ക് വലിക്കുക. നടുവ് തറയിൽ അമർത്തി പിടിക്കുക. ഇൻഹേൽ, എക്സേൽ ആൻഡ് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ and slowly exhale. Inhale, exhale, inhale and exhale. നമ്മുടെ ഒരു കൈ വയറിന് മുകളിൽ വെക്കുമ്പോൾ എക്സ്ഹേലും ഇൻഹേലും ചെയ്യുമ്പോൾ കോർ എൻഗേജ് ആകുന്നത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇതൊരു 10 reps വെച്ച് ചെയ്യണേ. ഓക്കെ, 3, 2, 1 and relax. ഓക്കെ, സെക്കൻഡ് വർക്കൗട്ട് സൈഡ് ലൈയിങ് ക്ലാം ഷെൽ. അതിനായി വശം തിരിഞ്ഞ് കിടന്ന് കാൽമുട്ടുകൾ മടക്കുക. കാൽപാദങ്ങൾ ചേർത്ത് വെക്കുക. ഒരു ഷെല്ല് ഓപ്പൺ ആക്കണ പോലെ കാൽ ഓപ്പൺ ആക്കുക, ക്ലോസ് ചെയ്യുക. ഡീപ്പായി ഒന്ന് ഇൻഹേൽ ചെയ്യുക. എക്സ്ഹേൽ ചെയ്ത് വയറുള്ളിലേക്ക് ചെറുതായി ടൈറ്റ് ചെയ്യുക. ഇതും ഒരു 10 reps വെച്ച് ഈച്ച് സൈഡ് ചെയ്യണം കേട്ടോ. 1, 2, 3 and 4, 5, 6, 7, 8, 9 and 10. Relax.
വർക്കൗട്ട് ഈസ് ടോ ടാപ്സ്. മലർന്നു കിടന്ന് കാൽമുട്ടുകൾ 90 ഡിഗ്രി മടക്കി ടേബിൾ ടോപ്പ് പൊസിഷനിൽ മുകളിലേക്ക് ഉയർത്തുക. സ്റ്റാർട്ട്. ഡീപ്പായി ഒന്ന് ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്ത് വയറുള്ളിലേക്ക് വലിക്കുക, നടുവ് തറയിൽ തന്നെ അമർത്തി പിടിക്കുക. ഓരോ കാലും താഴേക്ക് താഴ്ത്തി ടോ തറയിൽ തൊടിക്കുക. 10 റെപ്സ് ചെയ്യണം കേട്ടോ. 1 2 3 4 സ്ലോലി കേട്ടോ. 5 6 7 8 and relax. നെക്സ്റ്റ് വർക്കൗട്ട് ഈസ് ഹീൽ സ്ലൈഡ്സ്. മലർന്നു കിടന്ന് കാൽമുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ തറയിൽ വെക്കുക. റെഡി, സ്റ്റാർട്ട്. ഡീപ്പായി ഒന്ന് ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്ത് വയർ ഉള്ളിലേക്ക് വലിക്കുക, നടുവ് തറയിൽ അമർത്തിപ്പിടിക്കുക. ഇനി ഒരു കാൽ ഡീപ്പായി മുന്നിലേക്ക് സ്ലൈഡ് ചെയ്ത് നീട്ടാം. ഓക്കെ, 1 2 slowly 3 and 4 5 and 6. Relax. ഓക്കെ, ലാസ്റ്റ് വർക്കൗട്ട് ഈസ് ഗ്ലൂട്ട് ബ്രിഡ്ജ്. ഇത് ഡയാസ്റ്റാസിസ് റെക്ടി മാറ്റാനുള്ള അടിപൊളി വർക്കൗട്ടാണ് കേട്ടോ. മലർന്ന് കിടന്ന് കാൽമുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ തറയിൽ ഫ്ലാറ്റായി വെക്കുക. റെഡി, സ്റ്റാർട്ട്. ഡീപ്പായി ഒന്ന് ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്ത് വയർ ഉള്ളിലേക്ക് വലിക്കുക, ഹിപ്പ് മുകളിലേക്ക് ഉയർത്തുക. ഇതും 10 റെപ്സ് ആട്ടോ ചെയ്യുന്നത്. ഓക്കെ, 1 down, 2 and down, 3 and down, 4 ഹോൾഡ് ചെയ്യണേ, 5 6 down, 7 down, 8 slowly down, 9 down, and last one, then relax. ഡെയിലി ഈ വർക്കൗട്ട് 10 റെപ്സ് വെച്ച് ചെയ്യുക. ദെൻ ഹെൽത്തി ഡയറ്റും കൂടെ ചെയ്യുക. വയറ് ഫ്ലാറ്റ് ആവും കേട്ടോ. ഇത്തരം യൂസ്ഫുൾ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.